അച്ഛന്മാരെ അപ്പോൾ അത് അമ്മ പൂവായിട്ട് വന്നിട്ടുണ്ട്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സാൻബീസ് മീഡിയ അറ്റ് ആൻ അനദർ ഇൻട്രസ്റ്റിംഗ് എപ്പിസോഡ് ഓഫ് പ്ലാൻസ്. മച്ചന്മാരെ എങ്ങനെയുണ്ട്? സംഭവം കണ്ടോ മനസ്സിലാക്കണം. മുല്ലമുട്ട് മുല്ലമുട്ടല്ല, മുല്ലമാല. ഗൈസ്, ഇതൊരു മുല്ലമാലയെക്കുറിച്ച് എന്താണ് വീഡിയോ എന്ന് ചോദിച്ചാൽ, നമ്മൾ സാധാരണ കാണുന്ന എല്ലാ മുല്ലപ്പൂവിനെ അപേക്ഷിച്ച് അതേ കണക്കൊരു മുല്ലപ്പൂവല്ല. ഇത് അമ്മ രാവിലെ കെട്ടിയെടുത്ത് വെച്ചേക്കുന്നതാണ്. കണ്ടോ, ഇതിൻ്റെ പ്രത്യേകത ഞാൻ ചെടിയിൽ ചെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ബാക്ക്ഗ്രൗണ്ടിൽ അമ്മ. മച്ചന്മാരെ, അപ്പോൾ നമ്മുടെ താണ്ട ഈ വീടിൻ്റെ ഇവിടെ ഫ്രണ്ടിൽ വീടിൻ്റെ മുറ്റത്താണിത്. അവിടെ ചെരുപ്പ്, അവിടെ കുറച്ച് പയറൊക്കെ കൊടുക്കാൻ വെച്ചിട്ടുണ്ടേ. നമ്മുടെ അവിടുത്തെ പയർ തന്നെ കണ്ടോ. ഇവിടെ കണ്ടോ മുല്ല നിറച്ച് വളർന്ന് കിടക്കുന്നുണ്ടോ മുല്ല, കണ്ടോളൂ. ഈ മുല്ലയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത ഞാൻ റോഡിൽ ചെന്ന് കാണിച്ചു തരാം. നമ്മുടെ സാധാരണ ഒരു മുല്ലപ്പൂവിന് ഒരു 4-5 ഇതളൊക്കെ ആയിരിക്കും കാണുന്നത്, അല്ലയോ? എന്നാൽ ഈ മുല്ലപ്പൂവ് നിങ്ങളൊന്ന് നോക്കിക്കോളാം, ഇതിൻ്റെ വലുപ്പം നോക്കിക്കോളാം. ഗൈസ് കണ്ടോ, അമ്മ ഇതിനെ പറയുന്ന 5 തട്ട് മുല്ല എന്നാണ് അമ്മ പറയുന്നത് കേട്ടോ. 5 തട്ടങ്ങുമില്ല എങ്കിലും ഏകദേശം. സാധാരണ ഒരു മുല്ലപ്പൂവിന് നമ്മളൊരു 5-6 ഇതളാണ് കാണുന്നതെങ്കിൽ ഇതിന് എത്ര ഇതളുണ്ടെന്ന് ഞാൻ ഇന്നൊന്ന് എണ്ണി കാണിച്ചു തരാം. ആ എണ്ണി കാണിക്കുന്നതിന് മുമ്പ് ഗൈസ്, നിങ്ങൾ ആ ചെടി മൊത്തത്തിൽ ഒന്ന് കണ്ടേക്കും. കണ്ടോ, ഇവിടെ കുറേ രാവിലെ പറിച്ചു കേട്ടോ. ഇതിലെ പോകുന്നവരെല്ലാവരും ഇതിൻ്റെ മുല്ലപ്പൂ പറിക്കും. കാണാൻ പറ്റുന്നുണ്ടല്ലോ ഗൈസ്. ഉണ്ട്, ഇവിടെ നിറയെ കിടപ്പുണ്ടായി. ഇതിൻ്റെ ഒരു 10 പൂവെടുത്ത് കെട്ടിക്കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം നല്ല വലുപ്പത്തിൽ വരും കേട്ടോ. ഇവിടെ ഒരുപാടുണ്ട്. ഞങ്ങോട്ട് മുകളിലോട്ട് കയറി. ഇത് നമ്മുടെ ഇതാണ് കേട്ടോ. ഇത് മുല്ല അല്ല, ഇത് നമ്മുടെ ലെമൺ വൈൻ ഉണ്ടല്ലോ, ലെമൺ വൈൻ ഫ്രൂട്ടാണ് ഈ കിടക്കുന്നത്. അത് മുല്ലയുടെ കൂട്ടത്തിൽ ലെമൺ വൈൻ അറിയാമല്ലോ എല്ലാവർക്കും, അല്ലെങ്കിൽ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിക്കോളൂ. ആട്ടെ, ഇതാണ് ലെമൺ വൈൻ്റെ ഫ്രൂട്ട്. പഴുക്കാൻ നേരത്തെ ഇതൊരു ഓറഞ്ച് കളറിൽ വരും കേട്ടോ. അപ്പോൾ മച്ചന്മാരെ, നമ്മുടെ ഇന്നത്തെ വിശേഷം എന്താ, ഈ മുല്ലപ്പൂകളെ കുറിച്ചാണ് കേട്ടോ. ഇതിൻ്റെ വിശേഷം നമുക്ക് അവിടെ ചെന്ന്. അതുകൊണ്ട് ഇവിടെ നിറയെ പൂത്തിറപ്പുണ്ട്. ഇങ്ങനെ മുകളിലോട്ട് വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? രാവിലെ ആണെങ്കിൽ നിറഞ്ഞ് കിടക്കായിരുന്നു കേട്ടോ. ഇവിടെ അടുത്തൊരു താത്തയുണ്ട്. ആ താത്ത ഒന്ന് കുറച്ച് പറിച്ചുകൊണ്ട് പോയി. അമ്മ കുറച്ച് പറിച്ച് കെട്ടി വെച്ച്. അനിയൻ്റെ വൈഫ് കുറേ പറിച്ച് ഓഫീസിൽ പോയപ്പോഴത്തേക്ക് പൂ കെട്ടിക്കൊണ്ട് പോയി. മച്ചന്മാരെ, നമുക്ക് ഈ മുല്ലപ്പൂ ഒന്ന് പിച്ചെടുക്കാം. മുല്ലപ്പൂ അല്ല, പിച്ചെടുക്കാം. അപ്പോൾ ഇത് കൊണ്ടുവന്നിട്ട് ഗൈസ്, ഇതും കൊണ്ട് നമുക്ക് വരെയാണ് കൊണ്ടുവന്നുണ്ടോ. ഇത് കണ്ടോ, കെട്ടി വെച്ചേക്കുമ്പോൾ കണ്ടോ നല്ല വലുപ്പമാണേ. ഒരു പാത്രമുണ്ട്. ഈ പാത്രത്തിൻ്റെ വെച്ചിട്ട് കണ്ടോ ഒരു മുല്ലപ്പൂവിൻ്റെ വലുപ്പം കണ്ടോ ഗൈസ്. അടിപൊളി. നോക്ക് എത്ര ലെയർ. അമ്മ പറഞ്ഞ 1, 2, 3, 4 ലെയറൊക്കെ ഞാൻ കണ്ടു. നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അടിപൊളിയാണ്. ഇത്രയും വലിപ്പമുള്ള മുല്ലപ്പൂ നിങ്ങളുടെ എവിടേക്കും കാണുമായിരിക്കും, പക്ഷേ നമ്മുടെ സാധാരണ മുല്ലപ്പൂ അല്ല. ഇതിൻ്റെ വിശേഷങ്ങളാണെന്ന് പറയുന്നത് കേട്ടോ. വിശേഷങ്ങൾ പറയുന്നതിന് മുമ്പ് നമുക്കൊന്ന് ഞാനൊരു പൂ എടുത്തൊന്ന് എണ്ണി വയ്ക്കാം. ഇവിടെ ക്യാമറ ഇതിപ്പോൾ എങ്ങനെ സെറ്റ് ചെയ്യുമെന്നാണ് ഇവിടെ വെച്ചിട്ട് നമുക്ക്. അപ്പോൾ മച്ചന്മാരെ, അപ്പോൾ ഈ കാണുന്നത് 4 മുല്ലപ്പൂക്കൾ നിങ്ങൾ കാണുന്നുണ്ട്. എൻ്റെ ഗൈസ്, പൊന്ന് ഗൈസ്, ഇത് 4 മുല്ലപ്പൂക്കളല്ല. എൻ്റെ കൈ ഇരുന്ന ആ ഒരു മുല്ലപ്പൂ. അമ്മ 4 തട്ടുള്ള മുല്ലപ്പൂ എന്നല്ല 5 തട്ടുള്ള മുല്ലപ്പൂ എന്ന് അവകാശപ്പെട്ടത് ഞാൻ താഴെ എടുത്ത് വെച്ചേക്കാണ്. 1, 2, 3, 4 തട്ട് മുല്ലപ്പൂ. അമ്മ പറഞ്ഞാൽ അത് ഞാൻ പൊളിച്ചെടുക്കി കൊടുത്തത്. ഒരു തട്ട് കുറവാണ്. ഇത് വേറെ എടുത്ത് വെച്ചേക്കുന്നതല്ല, അതിൻ്റെ ഭാഗമാണ് കേട്ടോ. പിരിഞ്ഞ് 2 ഇതിൽ പോയത് ഞാൻ എടുത്ത് വെച്ചേക്കുന്നതാണ്. പിന്നെ ഇതായിരിക്കും അമ്മ പറയുന്നത് ഇത് 2 ഇതിലുണ്ടെന്ന്, 2 തട്ടുണ്ടെന്ന്. ഞാനത് അംഗീകരിച്ച് കൊടുത്തിട്ടില്ല. എനിക്കത് ഒറ്റ തട്ടായിട്ടാണ് കേസ് തോന്നുന്നത്. അപ്പോൾ ആ വലിയ ഭീമൻ മുല്ലപ്പൂക്കളെന്നാണ് ഇതിനെ പറയാൻ പറ്റത്തുള്ളൂ. ഇനി ഈ ഭീമൻ മുല്ലപ്പൂക്കൾ നമ്മൾ അവകാശപ്പെടുന്ന എന്തായാലും ഇത് അടിപൊളി സാധനമാണ്. നല്ല മണമാണ് കേട്ടോ. ഭയങ്കര മണമാണ്. ക്യാമറ കൂടെ മണപ്പിക്കാൻ പറ്റത്തില്ലല്ലോ ഗൈസ്. അപ്പോൾ ഈ വലിയ മുല്ലപ്പൂക്കളെന്ന് ഞാനത് 4 തട്ടായിട്ട് അമ്മ ഇപ്പോഴും പറയുന്നത്, അടുത്തെന്ന് പറയുന്നത് ഇത് 2 തട്ടാണ്, ബാക്കിയെല്ലാം ഓരോ തട്ട്. അതുകൊണ്ട് 5 തട്ടുണ്ടെന്നാണ് അമ്മ പറയുന്നത്. എന്തായാലും 4 5 ഈ തട്ട് മുല്ലപ്പൂ ഞാനൊന്ന് പിരുത്ത് വെക്കുകയാണ്. പിരുത്ത് വെച്ചിട്ട് നമുക്ക് ഒന്ന് എണ്ണി നോക്കാം എത്ര ഇതളുകളുണ്ടെന്ന് ഇതിനകത്ത്. ഗായ്സ്, നിങ്ങളിത് കാണുക. ഒരു മുല്ലപ്പൂവാണ്. ഒരു 5-6 മുല്ലപ്പൂക്കൾ എടുത്താൽ സാധാരണ മുല്ലപ്പൂവാണ് ഇങ്ങനെ എടുത്ത് വെക്കാൻ പറ്റുന്നത്. ഗായ്സ്, നിങ്ങളൊന്ന് എണ്ണി നോക്കി. നമ്മുടെ കയ്യിലിരുന്ന ആ മുല്ലപ്പൂവിനെ ഞങ്ങളൊന്ന് ഓരോ ഇതളായിട്ട് എണ്ണി വെച്ചതാണ്. 1, 2, ഈ വോയിസും എണ്ണക്കും 2ആയിട്ടേ പോകത്തുള്ളൂ കേട്ടോ.
1 2 3 4 5 6 7 8 9 10 11 അവിടെ തീർന്നു. 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 ഇതളുകൾ ഗായ്സ്. 30 അമ്മാരെ 30 ഉണ്ടോ? ഒന്നുകൂടെ നോക്കി. 1 2 3 4 5 6 7 8 9 10 15 16 17 18 19 20 21 22 23 24 25 26 27 28 30. ഓ, ഞാൻ മാത്സിലും വളരെ വീക്കാണ് ഗൈസ്. 30 ഇതളുകളുള്ള ഫീമൻ മുല്ലയാണ്. മുല്ലപ്പൂ കായ്ക്കുന്ന മുല്ലപ്പൂ കായ്ക്കുന്നല്ലോ, പൂക്കുന്ന മുല്ലയാണ് ഗൈസ്. ദാ ഈ പടർന്ന് ഇവിടെ അടിപൊളിയായിട്ട് കിടക്കുന്നത്. എൻ്റെ പൊന്നു, ഇവിടെ നെറ്റിട്ടേക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ കാണാൻ പറ്റുന്നുണ്ടോ? കാണുന്നുണ്ടല്ലോ. ഇവിടെ തറയിലൊക്കെ വീണ് കിടപ്പുണ്ട് കേട്ടോ. തറയിലൊക്കെ മുല്ലപ്പൂ വീണ് കിടപ്പുണ്ട്. ഞാൻ രാവിലെ പറഞ്ഞതാണ്, നേരത്തെ വീഡിയോയിലും പറഞ്ഞില്ലായിരുന്നു. ഇവിടെ രാവിലെ ഒന്ന് കുറേ ആൾക്കാർ മുല്ലപ്പൂ പറിച്ചുകൊണ്ട് പോയി. ഞങ്ങൾ ഈ മുല്ലപ്പൂ പറിച്ചുകൊണ്ട് പോയി എന്ന് പറയുന്നത് ഇവിടെ ആ വാക്കിൻ്റെ അർത്ഥം മുല്ലപ്പൂ പിച്ചുക എന്നതാണ് കേട്ടോ. നിങ്ങൾ പിച്ച് എടുക്കുക എന്നതാണ്, വേറെ ഒന്നും വിചാരിക്കരുത്. അയ്യോ, ബ്ലറായി പോകണം, നമ്മുടെ ക്യാമറ പ്രശ്നമാണ്. അപ്പോൾ എൻ്റെ പൊന്നു മച്ചാന്മാരെ, ഇന്നത്തെ നമ്മുടെ ഈ മുല്ലപ്പൂ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു കേട്ടോ. ഞാനും അമ്മയും കൂടെ ചേർന്ന് എടുത്തൊരു വീഡിയോ ആണ്. അമ്മയുടെ മുല്ലപ്പൂ കെട്ടുന്ന കണ്ടപ്പോൾ എടുക്കാൻ തോന്നിയൊരു വീഡിയോ ആണ് ഗൈസ്. സൂമാക്. അപ്പോൾ മച്ചാന്മാരെ, എന്തായാലും ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുന്നതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്താൽ മാത്രമാണ് ഞാൻ ഇത്തരത്തിൽ അപ്ലോഡ് ചെയ്യുന്ന പ്ലാൻ റിലേറ്റഡ് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കൃത്യസമയം നിങ്ങളോടുന്നത്. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഈ മുല്ലപ്പൂവിൻ്റെ കമ്പ് ആർക്കെങ്കിലും വേണമെങ്കിൽ ഞങ്ങളുടെ സ്ഥലം കൊല്ലം ജില്ലയിലെ കടക്കിലാണ്. കടക്കിലൊന്ന് അമ്മയായിട്ട് സമീപിച്ചാൽ മതി. അമ്മ ഇതിൻ്റെ കമ്പ് വെട്ടി തരുമായിരിക്കുമല്ല, തരും ഗൈസ്, തരും. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ദിസ് ഈസ് ആൻഡ് വി സൈനിങ് ഓഫ്.